എൻ്റെ പുതിയൊരു എപ്പിസോഡാണത്. നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങളിൽ ഒന്നാണ് ഹിന്ദുമതം. ധാരാളം വിശ്വാസികൾ ഹിന്ദുമതത്തിലുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പോൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലും ഇപ്പോൾ ഹിന്ദുമത വിശ്വാസികൾ ജോലി ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങളിൽ ഒന്നായ ഹിന്ദുമതത്തെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അമേരിക്കൻ ബഹിരാഷ്ട്ര കമ്പനിയായ വാൾമാർട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അവരവരുടെ വെബ്സൈറ്റിൽ പുതിയതായി വിൽക്കാനെത്തിച്ച കുറച്ച് ഡ്രസ്സുകളാണ് ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. ഹിന്ദു ദൈവമായ ഗണപതിയുടെ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്ത ചെരുപ്പുകൾ, അടിവസ്ത്രങ്ങൾ, നീന്തൽ വസ്ത്രങ്ങൾ തുടങ്ങിയവ ഇപ്പോൾ വാൾമാർട്ട് അവരുടെ വെബ്സൈറ്റുകളിൽ വിൽപ്പനയ്ക്കെത്തിച്ചിരിക്കുന്നതാണ് വിവാദങ്ങൾക്ക് പ്രധാന കാരണം. കോടിക്കണക്കിന് ജനങ്ങൾ പൂജിക്കുകയും അവരവരുടെ പൂജാമുറിയിൽ ഏറ്റവും പുണ്യമായ രീതിയിൽ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന ഗണപതി ഭഗവാന്റെ ചിത്രങ്ങളാണ് ഇവർ അടിവസ്ത്രങ്ങളിലും അതുപോലെ തന്നെ ചെരുപ്പുകളിലും പ്രിന്റ് ചെയ്ത് വിൽപ്പനയ്ക്കെത്തിച്ചത്. ഇതിനെതിരെ പ്രതിഷേധവുമായി ധാരാളം അമേരിക്കൻ ഹിന്ദു സംഘടനകൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളായ ഫേസ്ബുക്കിലും എക്സിലുമെല്ലാം ഇതിനെതിരെ പ്രതിഷേധം വ്യാപകമാണ്. ധാരാളം ആളുകളാണ് ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ധാരാളം ഹാഷ്ടാഗ് ക്യാമ്പയിനുകളും ഇതിനെതിരെ നടക്കുന്നുണ്ട്. ലോകം മുഴുവൻ പ്രതിഷേധം വ്യാപകമായതോടെ ഗണപതിയുടെ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്ത സ്ലിപ്പറുകളും സോക്സുകളും അടിവസ്ത്രങ്ങളും എല്ലാം വാൾമാർട്ട് അവരുടെ വെബ്സൈറ്റുകളിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗണപതിയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്തിരിക്കുന്ന നീന്തൽ വസ്ത്രങ്ങൾ പോലെയുള്ളവ ഇപ്പോഴും വിൽപ്പന തുടരുകയാണ്. ഇതിനെതിരെയും ഇപ്പോൾ പ്രതിഷേധം കനക്കുകയാണ്. വിഘ്നങ്ങൾ നീക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള ഹിന്ദുമത വിശ്വാസികൾ ഗണപതിയെയാണ് ആരാധിക്കുന്നത്. ഈ ഗണപതിയാണ് ഇവർ ആക്ഷേപിക്കുന്നത്. അനാദരവ് പ്രകടമാകുന്ന വസ്തുക്കളുടെ വിൽപ്പന ഉടൻ നിർത്തണമെന്നാണ് ഹിന്ദു അമേരിക്കക്കാരുടെ അവകാശ സംഘടനയായ ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കൂടാതെ സോഷ്യൽ മീഡിയയിലും വളരെയധികം പ്രതിഷേധം ശക്തമാണ്.